ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വീണ്ടും ഒരു ചട്ടിപ്പത്തിരി കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഇത് സ്വീറ്റ് ചട്ടിപ്പത്തിരിയാണ്, മധുരമുള്ള ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ചട്ടിപ്പത്തിരി. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ചട്ടിപ്പത്തിരിക്ക് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് മാവ് കുഴച്ചെടുക്കാം. 1 കപ്പ് മൈദ ഇട്ടെടുത്തിട്ടുണ്ട്, ആവശ്യമായ ഉപ്പും 1 സ്പൂൺ നെയ്യും. ഇനി 1/4 കപ്പ് തേങ്ങാപ്പാലാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. മധുരമുള്ളതല്ലേ, അപ്പോൾ തേങ്ങാപ്പാലാണ് ഒന്നും കൂടെ കോമ്പിനേഷൻ. ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി തേങ്ങാപ്പാലും നെയ്യും കൂടി ചേർന്നിട്ട് തന്നെ നമ്മളുടെ മാവിന് വെള്ളം തികയും. അതുകൂടാതെ ഞാൻ ആകെ 1 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കരുത്. തേങ്ങാപ്പാലും നെയ്യും ചേർത്ത് നന്നായിട്ട് കയ്യും കൊണ്ടൊന്ന് തിരുമ്മി പുട്ടിന് നനക്കുന്നത് പോലെ നനച്ചെടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ മാത്രം വെള്ളം ഒരല്പം കയ്യിലാക്കിയിട്ട് കുഴച്ചെടുത്താൽ മതി. നല്ല സോഫ്റ്റായിട്ടുള്ള ഡോ തന്നെ നമുക്ക് കിട്ടും. ഇനി ഇത് ഒരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. നല്ല സോഫ്റ്റായിട്ടുണ്ടത്. പത്തിരി ഉണ്ടാക്കാൻ തുടങ്ങാം. ഈക്വലായിട്ടുള്ള ബോൾസായിട്ട് മുറിച്ചെടുക്കുക. എന്നിട്ട് ഞാനിത് നേരത്തെ നമ്മുടെ ചട്ടിപ്പത്തിരിയിൽ പറഞ്ഞതുപോലെ തന്നെയാണ് ഞാനിതിലും ചെയ്യാൻ പോകുന്നത്. കുഞ്ഞു കുഞ്ഞു പത്തിരികൾ ഉണ്ടാക്കിയിട്ട് ഒരു 4 എണ്ണം ഒരുമിച്ച് വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ നെയ്യും പൊടിയും പുരട്ടിക്കൊടുത്ത് വീണ്ടും ഒന്നിച്ച് പരത്തി നേരിയ ദോശയായിട്ട് റുമാലി റൊട്ടി പോലെ ഉണ്ടാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് കൂടാതെ നിങ്ങൾക്ക് ഇനി ഒരു എളുപ്പപ്പണി എന്താണെന്ന് വെച്ചാൽ മൈദപ്പത്തിരി നമ്മൾ കനല്ലാതെ ദോശക്ക് കലക്കുന്നത് പോലെ മൈദ കലക്കിയിട്ട് മൈദപ്പത്തിരി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. മൈദയും മുട്ടയും ഉപ്പും ഒക്കെ ചേർത്തിട്ട്. പക്ഷേ എനിക്കതിനേക്കാളും ടേസ്റ്റായിട്ട് തോന്നിയത് ഈ പത്തിരി ഉണ്ടാക്കുമ്പോഴാണ്. അപ്പോൾ നല്ല രുചിയായിട്ട് കഴിക്കണം തോന്നുക, അതും രുചിയുണ്ട്. അതിനേക്കാളും രുചി ഇതുപോലെ നമ്മൾ ചെയ്യുമ്പോഴാണ്. അപ്പോൾ നല്ല ടേസ്റ്റോടെ കഴിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് മെനക്കെട്ടിട്ട് ഇതുപോലെ തന്നെ പത്തിരി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുക. ഇതിൻ്റെ പ്രൊസീജിയർ ഞാനിനി വീണ്ടും പറയണമെന്നില്ല, ഞാൻ ചട്ടിപ്പത്തിരിയുടെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. എന്നാലും ആ വീഡിയോ കാണാത്തവർക്കായിട്ട് പറയാം. ഇതുപോലെ ഓരോ പത്തിരി വെച്ച് അതിൻ്റെ മുകളിൽ നെയ്യും ഓയിലും മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഒരല്പം പൊടി തൂവി കൊടുത്തിട്ട് ഇതുപോലെ അപ്പുറവും ഇപ്പുറവും മറിച്ചിട്ടിട്ട് പരത്തി കൊടുക്കുക. ഒന്നുകിൽ നല്ല നേരിയതായിട്ട് നീട്ടി പരത്താം. നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് ആ പാത്രത്തിൻ്റെ ഉൾവട്ടത്തിനനുസരിച്ചോ അതിൻ്റെ അടപ്പ് വെച്ചിട്ടോ നമുക്ക് പത്തിരിൻ്റെ സൈസ് കണക്കാക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ നീട്ടി പരത്തിയിട്ട് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ച മാതിരി അരികൊക്കെ ഒരു പാത്രം വെച്ചിട്ട് മുറിച്ചെടുത്തിട്ട് ഒരേ സൈസിലാക്കിയെടുക്കുക. അത് നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അതുപോലെ ചെയ്യും. ഇതുപോലെ നമുക്ക് ചുട്ടിട്ട് ഓരോ പത്തിരിയും സെപ്പറേറ്റ് ചെയ്തെടുക്കാം. നല്ല നൈസായിട്ട് ട്രാൻസ്പെറൻ്റായിട്ട് നമ്മളെ കൈ കാണുന്ന രീതിയിൽ ട്രാൻസ്പെറൻ്റായിട്ട് ചെയ്യാം. ഇനി ഇതിപ്പോൾ ഞാൻ ഏകദേശം ഒരു 8 പത്തിരി ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇത് നിങ്ങൾക്ക് നേരെ 4 പത്തിരിയായിട്ട് ഉണ്ടാക്കാം. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതുപോലെ നേരിയ പത്തിരി വെച്ചിട്ട് ചട്ടിപ്പത്തിരി ഉണ്ടാക്കുമ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റ്. കാരണം കട്ടി പത്തിരി അതിൻ്റെ ലെയറിൻ്റെ ഇടയിൽ ഒരു കട്ടി കടിക്കുമ്പോൾ അത്ര തന്നെ എന്തോ ഒരു പോലെയാണ്. ഇതാവുമ്പോൾ നല്ല നേരിയ നമ്മളുടെ സമൂസ ഷീറ്റ് പോലെ മൊരിഞ്ഞ് കിട്ടും അതിൻ്റെ ഓരോ ലെയറും. അതുപോലെ പ്രത്യേകിച്ച് താഴെ മേലെ. ഇനി നമുക്കിതിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം 1 കപ്പോളം ചെറിയുള്ളി എരിഞ്ഞതുണ്ട് കേട്ടോ. ഇതിലേക്ക് നെയ്യും ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഉള്ളി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ കൂട്ട് നമുക്കിവിടെ മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ മുട്ടക്കൂട്ട് ഉണ്ടാക്കിയിട്ട് ഇത് അതിലേക്ക് ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് ഇത് തണുക്കാൻ മാറ്റി വെക്കുമ്പോഴേക്ക് നമുക്ക് അടുത്ത മുട്ടക്കൂട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഉള്ളി നന്നായിട്ട് മുരിഞ്ഞിട്ടിട്ടുണ്ട്, ഇത് നമുക്ക് മാറ്റി വെക്കാം. അതവിടെ തണുക്കട്ടെ. അപ്പോഴേക്ക് നമുക്ക് മുട്ടക്കൂട്ട് ഉണ്ടാക്കാം. നമ്മൾ ഏതൊരു പാത്രത്തിലാണോ മുട്ടക്കൂട്ട് തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ അതിലേക്ക് തന്നെ 7 മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്കപ്പൊടി, കറുവപ്പട്ട പൊടിച്ചത്, ആവശ്യമായ ഉപ്പ്. പിന്നെ നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള ഉള്ളി, അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഉള്ള മിക്സും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മധുരം ഇത്തിരി കുറവാണ് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂണും കൂടെ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൊത്തം 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/2 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടി, 1/4 ടേബിൾ സ്പൂണോളം കറുവപ്പട്ട പൊടിച്ചത്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് നമ്മൾ കസ്റ്റാർഡിനൊക്കെ ഒന്ന് കുറുക്കിയെടുക്കൂലേ, അതുമാതിരി നമുക്കിങ്ങനെ അറിയാം. അതിൻ്റെ തിക്നെസ് കൂടി വരുമ്പോൾ നമ്മുടെ വിസ്ക് ഇങ്ങനെ മൂവ് ചെയ്യാനൊരിച്ചിരി ബുദ്ധിമുട്ട് തോന്നും. ആ സമയമാകുമ്പോൾ സ്റ്റൗവിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക്
ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന പാനിൽ ഒരല്പം നെയ്യ് പുരട്ടി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ മറ്റേ ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയ പോലെ തന്നെ ഓരോരോ ഷീറ്റായിട്ട് അടിയിൽ വിരിച്ചെടുക്കാം. എന്നിട്ട് നമ്മളുടെ മിക്സ് ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമുക്ക് ലെയർ സെറ്റ് ചെയ്തെടുക്കാം. ഏറ്റവും അടിയിൽ 2 ഷീറ്റ് വിരിച്ചിട്ടെടുത്തോണ്ട്, അതല്ലെങ്കിൽ നമ്മളുടെ തിന്നായ ഷീറ്റല്ലേ, അപ്പോൾ അത് പെട്ടെന്ന് അത് പൊരിഞ്ഞ് കിട്ടും. ഇനി 1 കപ്പ് തേങ്ങാപ്പാലിലേക്ക് 1 മുട്ടയും ആവശ്യത്തിന് ഉപ്പും ഒരല്പം ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് മൊത്തമായിട്ട് അതിൻ്റെ അരികിലേക്കും ഒക്കെ സീറ്റിംഗ് ആവുന്ന രീതിയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ ഗ്യാപ്പൊക്കെ ഫില്ലാവുന്ന രീതിയിൽ. എന്നാലുള്ളൂ നമ്മളത് മറിച്ചിടുമ്പോൾ അതിൻ്റെ സൈഡൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് അടഞ്ഞ പോലെ ഉണ്ടാവുക. അതല്ലെങ്കിൽ നമുക്കിങ്ങനെ എന്താ പറയുക വിണ്ട് നിൽക്കുന്ന പോലെ തോന്നും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് ഈ മുട്ടക്കൂട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതല്ല നിങ്ങൾ ഫില്ലിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് മുട്ടക്കൂട്ട് നിങ്ങളുടെ പാത്രത്തിൽ ബാക്കിയാവുകയാണെങ്കിൽ അതിൽ തന്നെ കുറച്ച് ലൂസാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. എനിക്ക് കറക്റ്റ് പാകമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പിന്നീട് ഈ മിക്സ് ഉണ്ടാക്കി ഒഴിച്ചു കൊടുത്തത്. ഇതുപോലെ ഒരു സിമ്മറിങ് വെച്ചിട്ട്, അതല്ലെങ്കിൽ അടി നല്ല കട്ടിയുള്ളൊരു ദോശക്കല്ല് വെച്ചിട്ട് ചൂടാക്കിയിട്ട് ചെറിയ തീയിലിട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. എന്തോ നോക്കാം, ഒട്ടിപ്പിടിക്കാത്ത രീതിയിലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ടെടുക്കാം. അപ്പോൾ കണ്ടോ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോമ്പ് തുറക്കുന്ന സമയമായതുകൊണ്ട് മുറിച്ച് കാണിക്കാനൊന്നും ടൈം കിട്ടിയില്ല. അപ്പോൾ എല്ലാവർക്കും ഈ സ്വീറ്റ് ചട്ടിപ്പത്തിരിയുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ഇൻഷാ അല്ലാ മറ്റൊരു ഈസി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.